ഹായ്. അപ്പോൾ അതെ ഇന്ന് ബീൻസ് തോരനാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. ബീൻസ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉള്ളി മുളക് പൊളിച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്. നമുക്ക് ബീൻസ് തോരൻ വെക്കാം. തീ കത്തിച്ചു കൊടുക്കാം. വെള്ളം വറ്റി വരട്ടെ. ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലിൽ കൊളസ്ട്രോൾ ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളമുണ്ട്, പൊട്ടിത്തെറിക്കും. പൊട്ടുന്നുണ്ട്. അതിലേക്ക് പച്ചമുളകും ഉള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച്, മുളക് പൊടി ഇടുന്നില്ല കേട്ടോ, പച്ചമുളകാണ്, അതുകൊണ്ട്. ബീൻസ് നല്ല നീല കളറുള്ള ബീൻസ്, ഇതെന്താ മൂത്ത ബീൻസ്. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പണി തുടങ്ങുവാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കലും നടക്കും. നമ്മൾ ഈ ഓടി പിടിച്ച് ചെയ്യുമ്പോഴാണ് ഇതൊന്നും ഒരുക്കാൻ നേരം കിട്ടത്തില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഓടേണ്ടി വരും. ഉപ്പിട്ട് കൊടുക്കാം. ഇതാകുമ്പോൾ ഇവിടുന്ന് മാറാതെ നിന്നങ്ങ് ചെയ്യാം. എല്ലാം കഴിഞ്ഞ് ഇളക്കി വെച്ച് മൂടി വെച്ചിട്ടങ്ങ് പോയാൽ മതി. ബീൻസ് എനിക്ക് ഇഷ്ടം കേട്ടോ. തോരനാണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമാണ്. തോരനല്ലെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ട്. തേങ്ങയുടെ രുചി ഉണ്ടാവില്ലെന്നല്ലേ ഉള്ളൂ. പിന്നെ മെഴുക്കുവരട്ടിയാണ് വെക്കുന്നെങ്കിലും മുളക് ഇടത്തില്ല കേട്ടോ, പച്ചമുളക് ഇടും. അപ്പം നമുക്ക് ആ പച്ച ബീൻസിൻ്റെ ടേസ്റ്റ് കിട്ടും. പണി കഴിഞ്ഞു. തീ കുറച്ച് വെച്ചിട്ട് മൂടി വെക്കാം. അപ്പം കപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടത്തേക്ക് കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വേസ്റ്റ് ഉച്ചയ്ക്ക് എടുക്കാൻ വരും. അപ്പോൾ അതുകൊണ്ട് അത് വേഗം കൂടെ പൊളിച്ച് വെച്ചേക്കാണെങ്കിൽ ആ പണി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് കപ്പ പൊളിക്കാം. ചെണ്ട പുഴുങ്ങാനാണേ. മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ അതാ ഈ ചെണ്ടമുറിയൻ കപ്പ എന്ന് പറയുന്നത്. അതാണ് ചെണ്ട പോലെയല്ല ഇരിക്കണേ, അതുകൊണ്ടാണ് കേട്ടോ ചെണ്ടമുറിയൻ എന്ന് പറയുന്നത്. ചെണ്ടമുറിയൻ കപ്പ എന്ന് പറയുന്നത്. ചെണ്ടൻ കപ്പ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിലർക്കൊക്കെ അറിയത്തില്ല, ഇപ്പോഴും ന്യൂ ജനറേഷനൊന്നും അറിയത്തില്ല. അപ്പം അതേ കപ്പ റെഡി. എനിക്ക് ചെണ്ടക്കപ്പയേക്കാളും ഇഷ്ടം മറ്റേ നമ്മുടെ തന്നെ മഞ്ഞക്കപ്പയില്ലേ, പുഴുങ്ങുന്ന കപ്പ, അതാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ ചെണ്ടക്കപ്പ ഇഷ്ടമല്ലെന്നല്ല, ചെണ്ടക്കപ്പയും കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്, ടേസ്റ്റാണ്, സൂപ്പർ. എന്നും ഈ പഴം പുഴുങ്ങിയതും പഴം പൊരിച്ചതും പഴം ബ്രെഡും, ബ്രെഡ് ബനാന ബോളും ബ്രെഡ് ബനാന ടോസ്റ്റും ഒക്കെ തിന്നൊന്നും മടുക്കൂലേ? അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കപ്പയൊക്കെ വാങ്ങിച്ച് പുഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. വല്ലപ്പോഴും കഴിക്കുമ്പോഴുള്ള രുചി എന്നും കഴിച്ചാൽ കിട്ടത്തില്ല കേട്ടോ, അത് വേറെ. അത് ഇതിലെയോ പോയി. ഓക്കെ, ഇതാ നമ്മളെ കപ്പ റെഡി. അത് മതി ഞങ്ങൾക്ക് 2 പേർക്ക്. കപ്പയൊക്കെ 2ആയിട്ട് മുറിച്ച് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു 2 മണിയാകുമ്പോഴത്തേനും തിളപ്പിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണേ വെക്കാം, പക്ഷേ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേവാൻ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല കേട്ടോ. നമ്മുടെ കറി എന്തായി നോക്കട്ടെ. കറി ഇരിപ്പുണ്ട്, അതുകൊണ്ട് തക്കാളി വെച്ചതൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ബീൻസ് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. ഇതാ ഒന്നുപോലും ഇളക്കിയിട്ടില്ല, പക്ഷെ സാധനം
നമ്മുടെ ബീൻസ് തോരൻ റെഡിയായി. തോരനല്ല മെഴുക്കുവരട്ടി. എൻ്റെ വായിൽ തോരനെ വരുള്ളൂ കേട്ടോ. ചെറുപ്പത്തിൽ മുഴുവൻ തോരനാണ് കൂട്ടി പഠിച്ചത്. എറണാകുളത്ത് വന്നതിന് ശേഷമാണ് മെഴുക്കുവരട്ടി കൂട്ടാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് ഈ തോരൻ അതാണ് ഒരു തോരൻ. വാഗപ്പടി ഒരു തോരൻ ബഹളമാണ്. പയർ തോരൻ, ബീൻസ് തോരൻ, പാവയ്ക്ക തോരൻ, എല്ലാം തോരനായിരുന്നു. ഇടുക്കിക്കാർ ഫുള്ള് തോരൻ്റെ ആൾക്കാരാണ്. എറണാകുളംകാർ ഫുള്ള് മെഴുക്കുവരട്ടിയുടെ ആൾക്കാരാണ്. ഒരു മാറ്റവും മത്തുമില്ല, ഇന്നുമില്ല. അപ്പോൾ ദേ നമ്മുടെ ബീൻസ് റെഡി ആയിട്ടുണ്ട്. മുടി വെച്ചു. ഇനി കപ്പ വേവിക്കണം. അപ്പോൾ അതേ ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഇന്ന് പണിയൊന്നും ഇല്ലായിരുന്നു. ഇതാ മീൻകറി ഇവിടെ ഇരിപ്പുണ്ട്. മോത കറി വെച്ചത്, മീനുണ്ട്. മീനുള്ളതുകൊണ്ടാണ് ഞാൻ കപ്പ വാങ്ങിച്ചത്. അല്ലെ മീൻ അവിടെ ഇരിക്കും, തീരത്തില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.